ഹായ് ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും എൻ്റെ വാൽക്കണ്ണാടിയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ ഒരുപാട് താമസമൊന്നും ഇല്ലാതെ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വലിപ്പ ചെറുപ്പമൊന്നും ഇല്ലാതെ നമ്മൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ചോക്ലേറ്റ്, അതായത് കിറ്റ്കാറ്റ് എങ്ങനെ വീട്ടിലുണ്ടാക്കാമെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ശരിക്കും ഞാനിതൊരു എക്സ്പെരിമെൻ്റ് എന്നുള്ള രീതിയിലൊന്ന് ചെയ്തു നോക്കിയതാണ്. ബട്ട് ദ റിസൾട്ട് വാസ് ജസ്റ്റ് ഓസം. അപ്പോൾ ഞാനിത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. കുട്ടികളായാലും മുതിർന്നവരായാലും നമ്മൾക്ക് എല്ലാവർക്കും എന്തായാലും കിറ്റ്കാറ്റ് ഇഷ്ടമായിരിക്കും. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും മതി. അപ്പോൾ നമുക്കിതിന് വേണ്ട ആദ്യത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ജസ്റ്റ് വേഫർ മാത്രമാണ്. വേഫറിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല, എല്ലാവർക്കും അറിയാമായിരിക്കും. ഈ ചോക്ലേറ്റിനുള്ളിലൊക്കെ ബിസ്ക്കറ്റ് പോലെ ഇരിക്കുന്ന ഒരു സംഭവമാണ് വേഫർ. നമുക്കിപ്പോൾ സൂപ്പർ മാർക്കറ്റിലായാലും ഓൺലൈൻ ആയാലും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ അത് വാങ്ങിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് ചോക്ലേറ്റ് ഫ്ലേവർ നോക്കിയിട്ട് വാങ്ങുക. ഈ വേഫർ ആകുമ്പോൾ ഒരുപാട് ഫ്ലേവറിൽ കിട്ടാറുണ്ട്. ഇപ്പം ഫ്രൂട്ട് ഒരുവിധം എല്ലാ ഫ്രൂട്ട്സിൻ്റെയും ഫ്ലേവറിൽ കിട്ടാറുണ്ട്. സ്ട്രോബെറി, വാനില അങ്ങനെയുള്ള എല്ലാം അവൈലബിൾ ആണ്. അപ്പോൾ അത് നമ്മൾ ചോക്ലേറ്റിൻ്റെത് തന്നെ നോക്കിയിട്ട് വാങ്ങാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ചോക്ലേറ്റ് ഫ്ലേവറിലുള്ള ഇതുപോലത്തെ ഒരു ബോക്സാണ് ഞാൻ വാങ്ങിയത്. അതിനുള്ളിൽ ചെറിയ 2 പാക്കറ്റായിട്ടാണ് ഇതിനകത്ത് ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരു പാക്കറ്റിൽ 4 വേഫർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വേഫർ മൊത്തം നമ്മൾ ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ 2 വെച്ചിട്ട് ഒട്ടിയായിരിക്കും ഇരിക്കുന്നത്. അതിനിങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് എടുക്കുക. അതിന് ശേഷം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നൊന്ന് നോക്കാം. ഇനി നമുക്കിതിനെ ഈക്വൽ ഡിസ്റ്റൻസിൽ കിട്ടുന്ന രീതിയിൽ ഇങ്ങനെ സെൻറ്ററിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അതായത് നമ്മൾ സാധാരണ കിറ്റ്കാറ്റൊക്കെ ഇങ്ങനെ ഹാവ് എ ബ്രേക്ക് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ 2ആയിട്ട് ഒടിച്ച് കാണിക്കാറില്ലേ. അപ്പോൾ ആ ഒരു 2 ഫിംഗേഴ്സായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു വേഫറിനെ 2ആയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ കട്ട് ചെയ്യുന്നതൊന്നും ആവശ്യമില്ല. അതായത് ഇപ്പോൾ നമ്മൾ ഗസ്റ്റിന് വേണ്ടിയിട്ടൊന്നുമല്ല, നമുക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് അതേ ഷേപ്പ് തന്നെ കിട്ടണം എന്നൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ കട്ട് ചെയ്യുന്ന പാർട്ട് നിങ്ങൾക്ക് ഒഴിവാക്കാം. ഈ വേഫർ അങ്ങനെ തന്നെ യൂസ് ചെയ്താൽ മതി. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞാനിതൊരു എക്സ്പെരിമെൻ്റ് ആയിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് അതേപോലെ കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ കട്ട് ചെയ്ത് എടുക്കുമായിരുന്നു. അല്ല നമ്മൾ ജസ്റ്റ് വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ഞാനിങ്ങനെ കട്ട് ചെയ്യാനും വേണ്ടിയിട്ടൊന്നും നിൽക്കില്ല. ഇങ്ങനെ തന്നെ യൂസ് ചെയ്ത് എങ്ങനെയാണെന്നൊന്ന് ട്രൈ ചെയ്ത് നോക്കാനേ വിചാരിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ജസ്റ്റ് അതേ ഷേപ്പിലൊക്കെ നമുക്ക് കിട്ടുമോയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് മൊത്തം. വളരെ കട്ടിയില്ലാത്തൊരു ബിസ്ക്കറ്റ് പോലത്തെ സംഭവം ആയതുകൊണ്ട് നമ്മളിതിങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോൾ ചെറിയ ചെറിയ പീസൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതിലൊന്നും വലിയ കാര്യമൊന്നുമില്ല. എന്നാലും നമുക്ക് ഈ കട്ട് ചെയ്ത പീസെല്ലാം കൂടി ഒരു ബൗളിലേക്ക് മാറ്റാം. നമുക്ക് വേണ്ടത് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് ചോക്ലേറ്റ് ആണ്. അപ്പോൾ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് വേഫറും രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ചോക്ലേറ്റും. ഈ 2 ഇൻഗ്രീഡിയൻസ് മാത്രം നമുക്കിപ്പോൾ മതി. നമുക്ക് ഏത് ബ്രാൻഡിൻ്റെ ചോക്ലേറ്റ് വേണമെങ്കിലും യൂസ് ചെയ്യാം. ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് അതിൻ്റെ കൂടെ ഈക്വൽ ക്വാണ്ടിറ്റി വൈറ്റ് ചോക്ലേറ്റും കൂടി മിക്സ് ചെയ്യാം. ആ ഒരു ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇപ്പം ഡാർക്ക് ചോക്ലേറ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ചൊരു കയ്പ്പ് കൂടുതലായിരിക്കുമല്ലോ. അതൊന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വൈറ്റ് ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് മിൽക്ക് ചോക്ലേറ്റ് ആണ്. അതാകുമ്പോൾ വലിയ കയ്പ്പും വലിയ മധുരവും ഉണ്ടാവില്ല, ഒരു ന്യൂട്രൽ ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്നത് അമൂലിൻ്റെ മിൽക്ക് ചോക്ലേറ്റ് ആണ്. അടുത്ത ഒരു സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വാങ്ങിയിട്ടുള്ള ചോക്ലേറ്റ് ഇതുപോലെ കൈകൊണ്ട് ഒടിച്ചിട്ടോ അല്ലെങ്കിൽ നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ടോ ചെറിയ ചെറിയ പീസാക്കിയിട്ട് ഒരു ഗ്ലാസ് ബൗളിലേക്ക് അല്ലെങ്കിൽ ഒരു സെറാമിക് ബൗളിലേക്ക് ഇട്ട് കൊടുക്കുക. അടുത്തതായിട്ട് നമുക്ക് ഈ ചോക്ലേറ്റ് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ നേരത്തെ ഒരു അടുപ്പിൽ ഈ ഒരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഏതെങ്കിലും നോർമൽ ഒരു സ്റ്റീൽ പാത്രത്തിൽ നമുക്ക് കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മൾ എടുത്തിട്ടുള്ള ഗ്ലാസ് ബൗൾ അല്ലെങ്കിൽ സെറാമിക് ബൗൾ വെച്ച് കൊടുക്കുക. ഈ വെള്ളം നന്നായിട്ട് ബോയിൽ ആകുമ്പോഴേക്കും വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ ഈ ചൂടായിക്കൊണ്ടിരിക്കുന്ന വെള്ളത്തിന് മുകളിൽ വെച്ചിട്ട് മെൽറ്റ് ചെയ്യുന്ന ആ ഒരു രീതിയാണ് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്. ഒന്നുകിൽ നമുക്ക് ഈ ഡബിൾ ബോയിലിംഗ് മെത്തേഡ് ഫോളോ ചെയ്യാം, അല്ലാന്നുണ്ടെങ്കിൽ അവനിൽ വെച്ചിട്ട് എത്ര സെക്കൻഡ് ആണെന്ന് വെച്ചിട്ട് അതെനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. നമ്മൾ മൈക്രോവേവ് അവനിൽ വെച്ചിട്ട് നമുക്ക് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തെടുക്കാം.
ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഈ ചൂടുവെള്ളത്തിന് മുകളിലിരിക്കുന്ന ചോക്ലേറ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. അപ്പോൾ നമ്മളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിൻ്റെ പൊസിഷൻ മാറ്റി കൊടുക്കുന്നതനുസരിച്ച് ഈ ചോക്ലേറ്റ് മെൽറ്റായി വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇതൊരു പകുതിയോളം നമുക്ക് ആയ സമയത്ത് മോൻ ഒന്ന് കരയുന്നത് കേട്ടിട്ട് ഞാൻ കുറച്ച് നേരം അങ്ങോട്ടേക്കൊന്ന് പോയിട്ട് വന്നപ്പോഴേക്കും ഈ പരുവത്തിലായിപ്പോയി സംഭവം. ഇപ്പം നന്നായിട്ട് മെൽറ്റായി വന്നതായിരുന്നു. അപ്പം ഇളക്കിക്കൊണ്ട് ഇരിക്കാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു അതൊരുമാതിരി എന്തോ ചെറിയ കട്ട കെട്ടിയ രീതിയിലായിപ്പോയി. വീണ്ടും ഞാനിത് കണ്ടിന്യൂസ് ഇളക്കി എടുത്തെങ്കിലും ചെറിയ തരികൾ പോലെ അവിടെ ആയിട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ ആ ഒരു മിസ്റ്റേക്ക് അങ്ങ് ഒഴിവാക്കുക. അതായത് ഇതിൻ്റെ കൂടെ തന്നെ നിന്നിട്ട് ഇത് മെൽറ്റ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. നിങ്ങളിത് ഈ ചോക്ലേറ്റ് മെൽറ്റായി തുടങ്ങുന്ന സമയത്ത് ശ്രദ്ധിച്ചായിരുന്നു, നല്ല ക്രീമി ആയിട്ടായിരുന്നു ഇത് മെൽറ്റായി വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ജസ്റ്റ് കുറച്ച് നേരം ഞാനതവിടെ വെച്ചിട്ട് ഒന്ന് അപ്പുറത്തേക്ക് മാറിയിട്ട് വന്നപ്പോഴത്തേക്കാണ് ഇത് ജസ്റ്റ് ഇങ്ങനെ എന്തോ ഒരു കട്ടയായിട്ട് ഇരിക്കുന്നത്. എന്നാലും ഞാൻ മാക്സിമം അത് ബീറ്റ് ചെയ്ത് ഒന്ന് സ്മൂത്ത് ആക്കി എടുക്കാൻ നോക്കിയിട്ടുണ്ട്. പക്ഷേ ചെറിയൊരു തരി പോലെ ഉണ്ടായിരുന്നു. എന്നാലും ടേസ്റ്റിൽ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും എടുക്കുമ്പോൾ അത് നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ പീസായിട്ട് ഇതേപോലെ നമ്മൾ ഇതിലേക്ക് ചോക്ലേറ്റിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് ആ ഫോർക്ക് ഉപയോഗിച്ചിട്ട് നമുക്ക് അതിങ്ങനെ കോരി എടുത്തിട്ട് ഒരു ഫോയിൽ പേപ്പറിലേക്കോ ബട്ടർ പേപ്പറിലേക്കോ മാറ്റി വെച്ച് കൊടുക്കണം. അപ്പോൾ ഫോയിൽ പേപ്പർ വീട്ടിലില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബട്ടർ പേപ്പർ യൂസ് ചെയ്യാം. അപ്പോൾ ബട്ടർ പേപ്പർ യൂസ് ചെയ്യുമ്പോൾ അതിൽ ഗ്രീസ് ചെയ്യാതെ വെച്ചാൽ അത് ശരിക്കും വിട്ട് വരുമോ എന്നുള്ള ഉറപ്പില്ലാത്തത് കൊണ്ട് ഞാൻ ഈ ഫോയിൽ പേപ്പർ തന്നെ ഇവിടെ എടുത്തന്നേ ഉള്ളൂ. ഈ കാണും പോലെ വലിയ മെനക്കേടൊന്നുമില്ല. ജസ്റ്റ് നമ്മൾ വേഫർ കട്ട് ചെയ്ത് എടുക്കുക, ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുക, അതിലേക്ക് ഇതേപോലെ ഒന്ന് റോൾ ചെയ്ത് എടുക്കുക. ആ 2 ഫിംഗേഴ്സ് നമ്മളെ കിറ്റ്കാറ്റിൻ്റെ ഷേപ്പിലേക്ക് അതിങ്ങനെ രണ്ടും ഒന്ന് ജോയിൻ ചെയ്ത് വെച്ച് കൊടുക്കുക. അത്രയേ ഉള്ളൂ. വളരെ സിമ്പിളാണ്, നല്ല യമ്മി ടേസ്റ്റിയുമാണ്. എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും ചെയ്തു നോക്കണം. അപ്പോൾ ഇതേപോലെ തന്നെ ഓരോ ഫിംഗേഴ്സും നമ്മൾ ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ആ കിറ്റ്കാറ്റിൻ്റെ ഷേപ്പ് കാണില്ലേ, ആ ഒരു ഷേപ്പിലേക്ക് ഇതിനെ ഇങ്ങനെ ജോയിൻ ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഇനി ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതേപോലെ ഓരോ ഫിംഗറായിട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് റോൾ ചെയ്ത് എടുക്കുക. എന്നിട്ട് അതിങ്ങനെ രണ്ടെണ്ണം വെച്ചിട്ട് ജോയിൻ ചെയ്ത് വെച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ആ ഒരു പ്രോസസ്സ് ഒന്ന് കണ്ടിന്യൂ ചെയ്യട്ടെ. ആ ഒരു സമയത്ത് ഞാൻ നിങ്ങളുടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണോ കാണുന്നത്? ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ വെൽക്കം ടു ഫാമിലി മെമ്പർ ആവാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിന് തൊട്ടടുത്തായിട്ടൊരു ബെല്ലൈക്കൺ വരും. അപ്പോൾ അതും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അങ്ങനെ ചെയ്താൽ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴെല്ലാം നിങ്ങൾക്കായിരിക്കും അത് ആദ്യം കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളൊരു ചോക്ലേറ്റ് ലവർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കിറ്റ്കാറ്റ് ലവർ ആണെങ്കിൽ, അതും അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിൽ കൊച്ചു കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടെങ്കിലും ജസ്റ്റ് നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എനിക്ക് ഉറപ്പാണ് നിങ്ങളിത് ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ വീണ്ടും ഉണ്ടാക്കിയിരിക്കും. പിന്നെ ഇത് നമുക്ക് വീട്ടിലുണ്ടാക്കാനായിട്ടാണെങ്കിൽ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. പിന്നെ ഒരുപാട് വലിയ എക്യുപ്മെൻറ്റ്സോ മൈക്രോവേവ് അവനോ അങ്ങനെയുള്ള ഒരുപാട് വലിയ സാധനങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മളെ വീട്ടിലുള്ള ചെറിയ ബൗളും ഒരു ഫോർക്കും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ആകെ ആവശ്യമുള്ളതെന്ന് പറയുന്നത് കുറച്ച് വേഫേഴ്സും കുറച്ച് ചോക്ലേറ്റും മാത്രമാണ്. അപ്പോൾ ഞാൻ ഈ ഒരു 5 ഫിംഗർ വെച്ചിട്ട് തൽക്കാലം നിർത്തുകയാണ്. കാരണം രാത്രി 12:30 കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനിത് ചെയ്യുന്ന സമയത്ത്. ബാക്കി അടുത്ത ദിവസമായിരുന്നു ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു 5 എണ്ണം ഞാൻ അന്ന് ഫ്രീസറിൽ വെച്ചിട്ട് അടുത്ത ദിവസമാണ് ഇതിപ്പോൾ എടുക്കുന്നത്. അതായത് നമുക്ക് 2 മണിക്കൂർ മുതൽ ഓവർനൈറ്റ് വരെ ഇത് ഫ്രീസറിൽ സൂക്ഷിക്കാം. പിന്നെ ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ജസ്റ്റ് ഇങ്ങനെ ഒലിച്ചൊക്കെ താഴേക്ക് ഇറങ്ങിയിട്ടുള്ള കുറച്ച് ഭാഗമുണ്ടല്ലോ, അത് നമുക്ക് ആ ഒരു സമയത്ത് വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ക്ലോത്തോ സ്പൂണോ ഉപയോഗിച്ചിട്ട് വൈപ്പ് ചെയ്ത് മാറ്റാം. അതും അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഫ്രീസ് ചെയ്തതിന് ശേഷം നൈഫ് ഉപയോഗിച്ച് കാർവ് ചെയ്ത് മാറ്റാം. അതങ്ങനെ ജസ്റ്റ് വൈപ്പ് ചെയ്ത് മാറ്റണം, അല്ലെങ്കിൽ ഇതുപോലെ കാർവ് ചെയ്ത് മാറ്റണം എന്ന് ഞാൻ പറയുന്നത് ആ ജസ്റ്റ് നമുക്ക് ആ ഒരു ഷേപ്പ് നല്ല ഭംഗിക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ വീട്ടിൽ കഴിക്കാൻ അല്ലെങ്കിൽ പുറത്തൊന്നും ആർക്കും കൊടുക്കാനല്ല, ഗിഫ്റ്റ് ചെയ്യാനൊന്നും അല്ലാന്നുണ്ടെങ്കിൽ അതങ്ങനെ എടുത്ത് മാറ്റണമെന്നൊന്നുമില്ല, നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. അതേപോലെ കറക്റ്റ് ഷേപ്പിലൊക്കെ ഇരിക്കണമെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് ഇതേപോലെ വൈപ്പ് ചെയ്തോ കാർവ് ചെയ്തോ ഒക്കെ എടുത്ത് മാറ്റിയിട്ട് ആ ഒരു കിറ്റ്കാറ്റിൻ്റെ ഷേപ്പിലേക്ക് ആക്കിയെടുക്കാം. ഇതൊരു ഫസ്റ്റ് ടൈം എക്സ്പെരിമെൻ്റ് ആയതുകൊണ്ട് ഷേപ്പിൻ്റെ കാര്യത്തിലൊന്നും അത്ര ഒരു പെർഫെക്ഷനൊന്നും കിട്ടിയിട്ടില്ല. പക്ഷേ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ്. ഒരു വട്ടം നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് നിങ്ങളിത് വീണ്ടും ഉണ്ടാക്കി കഴിച്ചിരിക്കും. അത്രയ്ക്ക് ടേസ്റ്റിയും ഹെൽത്തിയും ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ.
ഞാൻ ആദ്യം പറഞ്ഞായിരുന്നല്ലോ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് ഈ 5 എണ്ണമാണ് ഞാൻ ആദ്യം റെഡിയാക്കിയതെന്ന്. അപ്പോൾ ഇത് കഴിച്ചിട്ട് അതിന് ശേഷമാണ് ബാക്കിയുള്ളതെല്ലാം ഞാൻ ഡിപ്പ് ചെയ്ത് ഇതേ ഷേപ്പിലാക്കി എടുത്തത്. ഇതിൻ്റെ ആ ഒരു ടേസ്റ്റ് പിടിച്ചതിന് ശേഷം മറ്റേത് എടുത്തത് കാരണം അതിന് ഷേപ്പെല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടി. പക്ഷേ അത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റ് ചെയ്തില്ല, കാരണം അതൊന്ന് തണുത്ത് തുടങ്ങിയപ്പോൾ തന്നെ ഇവിടെ തീർന്നായിരുന്നു. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട് മീ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യുക. ഇനി ഇതിലും നല്ലൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ ടാറ്റാ. താങ്ക് യു ഫോർ വാച്ചിങ്.